നമസ്കാരം. കേരള ബഡ്ജറ്റ് മാനുവലിൻ്റെ 8ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. 7ാമത്തെ ചാപ്റ്ററിൻ്റെ ഭാഗമാണ്. പാരഗ്രാഫ് 66, പേജ് നമ്പർ 57 വാണിംഗ് സ്ലിപ്പ് ഓഫ് ദ അക്കൗണ്ടൻറ്റ് ജനറൽ പറഞ്ഞിട്ടുണ്ട്. വാണിംഗ് സ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നത് അക്കൗണ്ടൻറ്റ് ജനറലാണ്. അക്കോർഡിംഗ് ടു ദി ലോങ് സ്റ്റാൻഡിംഗ് പ്രാക്ടീസ്, ഇഫ് എക്സ്പെൻഡിച്ചർ അണ്ടർ എ ഹെഡ് ഓഫ് അക്കൗണ്ട് ഈസ് ബീങ് incurred at a pace more rapid than is warranted by the appropriation, and there is the likelihood of the expenditure exceeding appropriation, the account general bring this to the notice of the chief controlling officer and the finance department so that corrective measure could be taken in time to time check this trend. These warning slips should be returned to the account general, including on the reverse the action taken to check the flow of expenditure or to obtain a supplementary. 67ാമത്തെ അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ 66ാമത്തെ പാരഗ്രാഫിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ. 67 അപ്രോപ്രിയേഷൻ കൺട്രോൾ. അപ്രോപ്രിയേഷൻ കൺട്രോൾ applicable all department ആണ്. The system of appropriation control was introduced with effect from 1st April 1974 സിസ്റ്റം ഓഫ് അപ്രോപ്രിയേഷൻ കൺട്രോൾ നിലവിൽ വന്നത്. അത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇൻ 15 സെലക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആദ്യം വന്നത് 15 സെലക്റ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇപ്പം മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. ഇൻ എയിംസ് അറ്റ് controlling expenditure, not application as the name suggested, by making it impossible for the department concerned to draw on treasuries in excess of the appropriation. തൊട്ടടുത്ത സെൻറ്റൻസ് നോക്ക്. കൺട്രോൾ എക്സ്പെൻഡിച്ചർ 1 ഏപ്രിൽ 1974 അപ്രോപ്രിയേഷൻ കൺട്രോൾ എന്നതിൻ്റെ കീവേഡ്. അടുത്ത സെൻറ്റൻസ് ശ്രദ്ധിക്കുക. When a bill is presented for payment at the treasury, the availability of budget provision, അതായത് appropriation, to cover the payment is checked with reference to the entries in the appropriation control register. The term appropriation control means controlling expenditure എന്നാണ്. അന്നേരം ഇത് അപ്രോപ്രിയേഷൻ കൺട്രോൾ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സ്പെഷ്യലി മെയിൻറ്റെയിൻ ഫോർ ദ പർപ്പസ്. ദ കേസ്, അടുത്ത പേജ് 58ാമത്തെ പേജ്. ദ കേസ് ദ അപ്രോപ്രിയേഷൻ ദെൻ അവൈലബിൾ ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു കവർ ദ പേയ്മെൻറ്റ്, ദ ബിൽ ഈസ് റിട്ടേൺ അൺകാഷ്ഡ്. ദ ഡിസ്ബഴ്സ്മെൻറ്റ് ഓഫ് സാലറീസ്, വേജസ് ആൻഡ് പെൻഷൻ ഹാസ് ഹൗവർ ബീൻ എക്സംപ്റ്റഡ് ഫ്രം ദ പ്രീവിയസ് ഓഫ് ദ സ്കീം. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഏതാ എക്സംപ്റ്റ് ചെയ്തതെന്ന്. ഒരു പ്രാവശ്യം മൾട്ടിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ദ സിസ്റ്റം ഓഫ് അപ്രോപ്രിയേഷൻ കൺട്രോൾ ആർ കണ്ടെയ്ൻ GOP ഇത്ര ഉണ്ട്. അടുത്തത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. അതും പ്രധാനപ്പെട്ടതാണ്. ഈ ചാപ്റ്ററിൽ മുഴുവനും പ്രധാനപ്പെട്ടതാണ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ദ സിസ്റ്റം ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം 1st April 1974. നേരത്തെ അതേ ഡേറ്റ് തന്നെയാണ്. ഇൻ പബ്ലിക് വർക്ക്സ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. മൾട്ടിപ്പിൾ ചോയ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഈ 3 ആൻഡ് വാസ് മെയ്ഡ് അപ്ലിക്കബിൾ ആസ് പെർ GOMS നമ്പർ 453/80, ഫിൻ ഡേറ്റ് 15 ജൂലൈ 1980. ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഓർഡറൊന്നും ചോദിച്ചിട്ടില്ല. ടു ദി ഹാർബർ എഞ്ചിനീയറിംഗ് വിങ് ഓഫ് ദ പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾസോ. തൊട്ടടുത്ത സെൻറ്റൻസ് അതും പ്രധാനപ്പെട്ടതാണ്. ദീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്റ്റെയിൻ ഫണ്ട്സ് ഇൻ ലംബ് ഫ്രം ട്രഷറി ഓൺ ചെക്സ്. ചെക്ക് വഴിയാണ് കിട്ടൽ. ദിസ് സിസ്റ്റം എയിംസ് ലക്ഷ്യമാക്കുന്നത് അറ്റ് കൺട്രോളിങ് എക്സ്പെൻഡിച്ചർ മന്ത് ബൈ മന്ത് ബൈ ലിമിറ്റ് ദ എമൗണ്ട് ദാറ്റ് എ ഡിവിഷൻ ക്യാൻ ബി ഡ്രോൺ ഓൺ എ ട്രഷറി ഡ്യൂറിങ് എ മന്ത്. അത് കീവേഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. 1st April 1974 പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് വർക്ക്സ്, പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയർ ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്ത 2ാമത്തെ പാരഗ്രാഫിൽ അതിൽ നടുക്കിലെ ഒരു സെൻറ്റൻസ് ആണ്. ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ടു ഈച്ച് ഡിവിഷണൽ ഓഫീസർ
എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അത് പരീക്ഷയ്ക്ക് വന്നത് എന്നാൽ ഫൈനാൻഷ്യൽ ഓഫീസർ ഡിവിഷണൽ ഓഫീസർ കൊടുക്കലാണ് എ ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതിൽ മൂന്നാമത്തെ സബ് പാര ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആർ ഇഷ്യൂഡ് ഫോർ 3 months at a time. Unspent balance, if any, at the end of a month or quarter may be carried over to the succeeding month or quarter without any specific authorization except during the month of March. മാർച്ച് മാസം അത് ക്യാരി ഓവർ ചെയ്യാനാവില്ല. വെൻ ദ ബാലൻസ് ഓട്ടോമാറ്റിക്കലി ലാബ്സ്. പരീക്ഷയ്ക്ക് വന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് 3 months ഒരുപാട് പ്രാവശ്യം പറഞ്ഞാൽ അറ്റ് എ ടൈം മന്ത് ഓഫ് മാർച്ച് ലാബ്സ്. ദ കീവേഡ് 59ാമത്തെ പേജിൽ 4ാമത്തെ ഐറ്റം 4ാമത്തെ സബ് പാര പേയ്മെൻറ്റ് ഓഫ് സാലറീസ്, വേജസ്, റീഫണ്ട് ഓഫ് ഡിപ്പോസിറ്റ്, ഏണസ്റ്റ് മണി, സെക്യൂരിറ്റി ആൻഡ് റീറ്റൻഷൻ, ഡിസ്ബേഴ്സ്മെൻറ്റ് ഫ്രം പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ട്സ്, പേയ്മെൻറ്റ് ഓഫ് സ്കോളർഷിപ്സ്, സ്റ്റൈഫൻസ്, LIC പ്രീമിയ and house construction advance and expenditure on public relating to national highway are excluded from the purview of the letter of credit. Okay, exclude from the purview of the letter of the credit. പരീക്ഷയ്ക്ക് വന്നതാണ് എക്സ്ക്ലൂഡ് ചെയ്ത്. പേയ്മെൻറ്റ് ഓഫ് വർക്ക്സ് ഡൺ ഓൺ ബിഹാഫ് ഓഫ് അതർ ഡിവിഷൻസ്, ഇത് അതർ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഔട്ട്സൈഡ് ഏജൻസി വിൽ ഹൗവർ. അടുത്ത പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് സിസ്റ്റം ആർ കണ്ടെയ്ൻ ഇൻ എവിടെയാണ് അതൊന്ന് ഓർമ്മിക്കുക. എവിടെയാണത്? അപ്പൻഡിക്സ് 12. അപ്പൻഡിക്സ് 12 നിങ്ങൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കുക. 12 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അടുത്തത് 69ാമത്തെ പാരഗ്രാഫ്. ദ റെസ്പോൺസിബിലിറ്റി ഫോർ എൻഫോഴ്സിംഗ് കൺട്രോൾ ഓവർ ദ എക്സ്പെൻഡിച്ചർ വിത്ത് എ വ്യൂ ടു എൻഷുറിംഗ് ദാറ്റ് ദർ ഈസ് നോ അൺഓതറൈസ്ഡ് എക്സസ് ഓവർ അപ്രോപ്രിയേഷൻ ഈസ് മോസ്റ്റ്ലി ദാറ്റ് ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കീവേഡ് ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ചാർജ് this responsibility through the hierarchy consisting of the chief controlling officer, the subordinate controlling officer and the disbursing officer. Instruction for the guidance of these office and administrative department. ശ്രദ്ധിക്കണം, അതിലെ കീവേഡ് no unauthorized excess over appropriation, discharge, chief controlling officer, the subordinate controlling officer and the disbursing officer. കീവേഡ് ഒരാളെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. 70ാമത്തെ പാരഗ്രാഫ്. ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. എവറി ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഷുഡ് റിപ്പോർട്ട് മന്ത്ലി ടു ദി സുപ്പീരിയർ കൺട്രോളിംഗ് അതോറിറ്റി the actual expenditure and the liability incurred during and up to the previous month. For the purpose, each disbursing officer should maintain a register expenditure and liability in form KBM 12. ഏറ്റവും കൂടുതൽ ചോദിച്ച ഫോമാണ് കേരള ബഡ്ജറ്റ് മാനുവൽ 12 ഫോം. ഓക്കെ, താഴത്തെ സെൻറ്റൻസ് 59ാമത്തെ പേജിൽ. ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദ മന്ത് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഷുഡ് whenever necessary reconcile his figure of expenditure with the treasury. അത് കീവേഡ് reconcile his figure of expenditure with treasury. അടുത്ത പേജ് 60ാമത്തെ പേജ്. figure and forward to the controlling officer immediately. superior to him an extract of his account from KBM 12. KBM കേരള ബഡ്ജറ്റ് മാനുവൽ. omitting the details leading up to the district ടോട്ടൽ അഗെയിൻസ്റ്റ് സീരിയൽ നമ്പർ 3. അടുത്തതും വളരെ വളരെ പ്രധാനപ്പെട്ട എന്താണ്? ഈച്ച് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ ഷുഡ് ഓൾസോ മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് ലയബിലിറ്റി രജിസ്റ്റർ ഇൻ ഫോം നമ്പർ KBM 13. ലയബിലിറ്റി രജിസ്റ്ററിൻ്റെ നമ്പർ പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗം പറയാം. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര പ്രശ്നങ്ങളല്ലേ. നമ്മളേറ്റവും ചിലവർ ഈ വിശ്വാസികൾ ഇഷ്ടപ്പെടാത്തൊരു നമ്പർ ഏതാണ്? 13 13 ഒരു ശകുനം പിടിച്ച നമ്പർ എന്നാണ് പറഞ്ഞത്. പക്ഷേ 13 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് 13. എൻ്റെ മിക്കവാറും എല്ലാ പാസ്വേഡും ഈ 13 ബന്ധപ്പെട്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ്. എൻ്റെ 2 മക്കൾ ജനിച്ച ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂട്ടിയാൽ 13. 15, 16 അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ
13 അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കാരണം നമ്പറിന് അങ്ങനെ ദുശകുനം അശകുനമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ലയബിലിറ്റി രജിസ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോം നമ്പർ KBM 13 ഏറ്റവും നല്ല നമ്പറാണെന്നോ ഏറ്റവും മോശം നമ്പറാണെന്നോ നിങ്ങൾ പഠിച്ചാൽ മതി. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ മോശമായിട്ട് നിങ്ങൾ പഠിച്ചോ, പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. He should forward to the controlling officer every month a statement in form number 14 showing the liability incurred during the month of report, payment made against liabilities and liabilities cancelled or finally paid off, and the progressive amount outstanding the commitment the month. ഫോം നമ്പർ 13 പഠിക്കുക, 12 പഠിക്കുക, 71. Subordinate controlling officer. The subordinate controlling officer should consolidate in form number KBM 15 the figure from his own register of disbursement ഫോം നമ്പർ KBM 12. അതും പഠിക്കുക, അതും പരീക്ഷയ്ക്ക് വന്നത്. അടുത്ത 72 ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഒന്ന് വായിക്കുക. ജസ്റ്റ് ആ 72ാമത്തെ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കുക. അടുത്ത പേജ് 62 5ാമത്തെ ഐറ്റം ഒന്ന് വായിക്കുക. അതിൽ ടു എനേബിൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സെക്രട്ടറീസ്, അതിൽ കീവേഡ് ഫോർവേഡ് ടു ദി അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. വീഡിയോ കൂടുന്നുണ്ടോ ഞാൻ ഒന്ന് സ്പീഡാക്കുന്നത്. ടു KBM 16 ആ ഫോമും പഠിക്കുക. അടുത്ത അതിൽ 6ാമത്തെ ഐറ്റം മെയിൻറ്റെയിൻ ലെവലിറ്റി രജിസ്റ്റർ ഫോം നമ്പർ 13, അതും ഒന്ന് വായിക്കുക. 2 പ്രാവശ്യം ചോദിച്ചാൽ 6ാമത്തെ ആദ്യത്തെ സെൻറ്റൻസ് വായിക്കാം. 62ാമത്തെ പേജിൽ. 63ാമത്തെ പേജ് വളരെ പ്രധാനപ്പെട്ടതാണ്.